ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരാൾ ഒരു കാര്യത്തിന് ഉറച്ച് മുന്നോട്ടേക്ക് പോയാൽ അതിൻ്റെ ഉത്തരാണ് ആ കാണുന്നത്. ഓൻ്റെ മോൻ്റെ അടുത്ത് എത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹം വാശിയേനും ആ വാക്ക് ഞാൻ പാലിച്ച് ഓൻ്റെ അച്ഛനക്ക് കൊടുത്ത വാക്കുണ്ട്, ഓൻ ഇങ്ങോട്ടിട്ട് വരുള്ളൂ. അത് നമ്മൾ പാലിച്ച് കാണിച്ചു കൊടുത്തിക്കണം. അതിൻ്റെ ഉള്ളിൽ ഓനുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, അത്രമാത്രം പരിക്കൊന്നും ഉണ്ടാവില്ല, അത് പരിക്കില്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ എല്ലാവരോടും പറഞ്ഞാണ് ക്യാബിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളത്. ഓൻ ആ ക്യാബിൻ്റെ ഉള്ളിലുണ്ട്. മനാഫിനെ സംബന്ധിച്ച് അതിവൈകാരികമായിട്ടുള്ള ഒരു സമയത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമാണ്, അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടുന്നില്ല, അതിൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ട്. ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, പലതരത്തിലുള്ള ആരോപണങ്ങൾ, പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഇവിടെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന സമയത്തിലൂടെ നിങ്ങൾ കടന്നുപോയി. അങ്ങനെ പലതരത്തിൽ പല രീതിയിൽ മനാഫിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നു. അപ്പോഴൊക്കെ പറഞ്ഞിരുന്ന കാര്യം, എനിക്ക് അർജുൻ്റെ കുടുംബത്തിനോടൊരു കൃത്യമായൊരു മറുപടി തരണം, എൻ്റെ വാഹനത്തിലാണ് അർജുൻ ജോലിക്ക് ഇറങ്ങിയിരുന്നത്, അവിടെ വെച്ചാണ് കാണാതായത് എന്നാണ്. ഇപ്പോൾ കൃത്യമായി തന്നെ നമുക്ക് അത് അവരോടൊക്കെ പറയാനുള്ള മറുപടിയല്ലേ ആ വാഹനത്തിന് ആ കാണുന്ന ഭാഗങ്ങൾ? തീർച്ചയായിട്ടും അവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അർജുന ഒരു വിശ്വാസമുണ്ട് നമ്മളെ മുകളിൽ. ഓൻ എന്ത് പറ്റിയാലും ഓൻ്റെ വീട്ടിലെത്തിക്കുന്നുള്ളത് ആ വാക്ക് നമ്മൾ പാലിച്ചിരിക്കണം. ഇനി ഓൻ്റെ വീട്ടിലേക്ക് ആ ഒരു ലെവലിലെങ്കിലും ഓൻ്റെ വീട്ടിൽ ഓനെ എത്തിക്കും. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കണം. ഞാൻ പല ആളുകളും പലതും പറഞ്ഞു, വണ്ടി കിട്ടാനാണ്, അർജുന കിട്ടാനല്ല. ആ വണ്ടി ഞാൻ ഇപ്പം പറയണ്, ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക, അതിന്ന് ഓനെടുക്കുക, ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക്. നമുക്ക് ആ വണ്ടിയും വേണ്ട, ആ മരവും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ആ വണ്ടി അവിടുന്ന് പൊന്തിക്കുക, ഓനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം എന്നപ്പോൾ ഒരു ആലോചിക്കുന്നത് ഫയർഫോഴ്സ് ടീം. ഓൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കുക. ആ വണ്ടിയോ നമുക്ക് ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ്. ഓനെ മതി. ഒരാൾക്ക് അർജുൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് നമ്മളിപ്പോൾ ഇവിടുന്ന് പാലിക്കുകയാണ്. എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി തന്നെ അവരോട് നമ്മൾ പറയുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. എന്തായാലും ഇതിൻ്റെ ഉള്ളിലില്ല. ഇന്ന് പോലും ഈ ഒരു മണിക്കൂർ മുന്നേ പോലും ഞാൻ ഇനി മുട്ടാത്ത വാതിലുകളില്ല. പല ആളുകളോടും ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കേനും വേറെ എന്തെങ്കിലും രൂപത്തിൽ ഇന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു, ഡർജർ ഇന്ന് പണി നിർത്തിപ്പോകുന്നു. അങ്ങനെ നിർത്തിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ സ്വന്തം പൈസ ചിലവാക്കിയിട്ട് പോലും ഇന്ന് കൊണ്ടുവരാന്നുള്ളത്, ഞാൻ എന്തായാലും ഇതിന്ന് പിന്നോട്ടേക്ക് ഇല്ലേനു. ഞാൻ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞതാണ്. അപ്പം അതിനൊന്നും ആവശ്യം വന്നില്ല. പഠിച്ചവൻ സഹായിച്ചിട്ട് ഇന്ന് തന്നെ കിട്ടി. പഠിച്ചവനോട് നന്ദി പറയണേ.